എല്ലാം അപ്പം റെഡി ആയിട്ട് വെച്ചിരിക്കണം എന്നില്ല. ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് പോലെയൊന്നും അല്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. കാരണം ഞാൻ ഇവിടെ മാത്സിൽ മേജർ എടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത് മാത്സ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. CV-യിലെ സ്കിൽസ് എഴുതാൻ പുതിയ സ്കില്ല് പഠിക്കുക എന്നതല്ലാണ്ട് സ്കില്ലിന് ആക്ച്വലി എന്താണ് ഫിസിക്കലി ശരിക്കും കാണാൻ പ്രായമായിട്ടുള്ള ആളെ പോലെ തന്നെ ഉണ്ടാവും. അതെ, നമ്മള് ഈ രാക്ഷസൻ സിനിമയിലൊക്കെ കണ്ടു. ഇപ്പൊ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ബിഗിനിങ്ങിലൊക്കെ എനിക്ക് അമേരിക്കൻ ആക്സെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഷോർട്ട് ടേം ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീസിസ് നല്ലൊരു സോളിഡ് തീസിസ് അല്ലെങ്കിൽ നല്ല പബ്ലിഷിംഗ് മെറ്റീരിയൽ എനിക്ക് ഇറക്കണം, നല്ലൊരു വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് സ്ക്വിറൽസ് ഉണ്ട്, സ്ക്വിറലിന്റെ ഡേറ്റ, സ്ക്വിറലിന്റെ ആനിമൽ ബിഹേവിയർ ഇന്ന അതായത് ടെയില് പൊക്കുന്നത് ഇന്നതുകൊണ്ടാണ്, അവർ ഫുഡ് കഴിക്കാൻ നേരത്തെ അവരിങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ വന്നിട്ട് ജോലി എടുക്കുക എന്നാണ്, പൈസ ഉണ്ടാക്കുന്നതാണ്. ഐ നോ പൈസയ്ക്ക് ഹാപ്പിനെസ്സിൽ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഹലോ എവരിവൺ, ക്രിസ്പർ ലേണിംഗിന്റെ പുതിയൊരു പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിന്റെ പേര് യുറേക്ക പോഡ്കാസ്റ്റ് എന്നാണ്. അപ്പം യുറേക്ക പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവില്ല് ഇപ്പം PhD സ്കോളർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ചറാണ് പല്ലവി പത്മരാജ്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യാം പല്ലവിയെ. പല്ലവി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഐസറിൽ നിന്ന് തൊട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഐസറിലേക്ക് എങ്ങനെയാണ് പല്ലവി എത്തിയത്, ആൻഡ് എന്തായിരുന്നു ഐസറിലേക്ക് എത്താനുള്ള ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറി തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സയൻസിനോട് തന്നെയായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ +1 +2 സയൻസ് എടുക്കാൻ തുടങ്ങി. എല്ലാവരും പോകുന്ന പോലെ കോച്ചിങ് സെന്ററിൽ പോയി എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോച്ചിങ്. പക്ഷെ അന്നേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ മെഡിസിന് പോയില്ല. പക്ഷെ എഞ്ചിനീയറിംഗ് ആണല്ലോ നമ്മുടെ അടുത്ത ഓപ്ഷൻ, നമുക്ക് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ അല്ലെങ്കിൽ BCom. മെഡിസിൻ വേണ്ട, BCom എടുക്കാൻ താല്പര്യമില്ല, എഞ്ചിനീയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗിനോട് താല്പര്യമില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. സയൻസ് തന്നെ നിൽക്കണം, എന്നാൽ ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു, നാട്ടിലെ കോളേജസിലേക്ക് നോക്കാം, അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് നമ്മളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മേൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഐസറിനെ പറ്റി കേൾക്കുന്നത്. പിന്നെ ഐസറിനെ പറ്റി മനസ്സിലാക്കുന്നു, അറിയുന്നു എന്തൊക്കെയാണ് ഐസർ. അന്നൊക്കെ ഐസർ അത്രയും പോപ്പുലർ അല്ല, ഐസറിനെ പറ്റി വളരെ ചുരുക്കം ആൾക്കാർക്കേ അറിയുള്ളൂ. അന്നൊക്കെ ഐസർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ISRO, IIST അങ്ങനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സയൻസിനോടുള്ള ഒരു ഇഷ്ടം എന്നുള്ള ഒരു ബേസിൽ ആണ് ഐസറിലേക്ക് വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, എക്സാം എഴുതുന്നു. ഓക്കെ. ഇപ്പൊ ഈ ഒരു 2015-16 സമയത്താണല്ലോ ഐസറിലേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഐസർ എന്ന് പറഞ്ഞാൽ ഒട്ടും പോപ്പുലർ അല്ല. ഇപ്പം ഐസറിന്റെ ഒക്കെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്, ആളുകൾക്കൊക്കെ പറയുമ്പോഴറിയാം. അപ്പം ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഐസറിലേക്കൊക്കെ ജോയിൻ ചെയ്യാന്ന് പറയുമ്പം എന്തായിരുന്നു പാരന്റ്സിന് ഇതിനെ കുറിച്ചിട്ട് ഉണ്ടായിരുന്നത്? അതായത് പുതിയൊരു കോഴ്സാണല്ലോ, റിലേറ്റീവ്ലി പുതിയൊരു കോഴ്സാണ്. അപ്പം പാരന്റ്സിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സോ അമ്മയായിരുന്നു ഐസറിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പം അമ്മയ്ക്ക് എനിക്ക് സയൻസ് പഠിക്കണം, എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് അമ്മ സയൻസിന് തപ്പിപ്പോയി ഐസർ കണ്ടുപിടിച്ചു. അപ്പൊ അച്ഛനും അമ്മയും സപ്പോർട്ടീവ് ആയിരുന്നു. അച്ഛനും അമ്മയും ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്തോളൂ എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ 5 വർഷം കഴിഞ്ഞ് എന്ത് എന്നുള്ള ചോദ്യം അവർക്കും കയ്യിലുണ്ടായിരുന്നു. എന്താണ് 5 വർഷം ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൺസേൺ അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കുടുംബക്കാർക്കും ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ഫാമിലി മൊത്തം എഞ്ചിനീയേഴ്സ് ആണ്, അവര് by 23 സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ജോലി എന്നുള്ളത് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും ഞാൻ പഠിക്കണം, എനിക്ക് ഇഷ്ടമുള്ളത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഐസറിൽ ഞാൻ പോകുന്നതിന് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. ഐസറിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫോക്കസ്ഡ് ആയിരുന്നു, അതായത് ഐസറിൽ എനിക്ക് പോകണം, ഐസറിൽ പോയതിനു ശേഷം അടുത്തതായിട്ട് എന്താ ചെയ്യാനുള്ളത്, അതിന്റെ അടുത്ത എന്താ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കുറെ കാലം മുന്നോട്ട് കണ്ടിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്? അതോ ജസ്റ്റ് +2 കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഐസറിൽ എന്തായാലും പോകണം, ആൻഡ് എത്തിയതിന് ശേഷം ലെറ്റ് us ഫിഗർ ഔട്ട്, ആ ഒരു മോഡലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ഞാൻ
പ്രോസസ്സിൽ ഫിഗർ ഔട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പൊ +2 പഠിക്കുന്ന +1 +2 പഠിക്കുന്ന സമയത്ത് അവിടെ നല്ല സ്കോർ ചെയ്യുക, അവിടെ നല്ലോണം പഠിക്കുക എന്നായിരുന്നു എൻ്റെ ആ സമയത്തെ ഗോൾ. അത് കഴിഞ്ഞ് ഐസർ എക്സാം എഴുതി, ഐസർ എക്സാം കിട്ടുന്ന ഉറപ്പില്ലാണ്ട് എഴുതി. കാരണം ഒരുവിധം എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിരുന്നു ഐസറിന്റെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പൊ ഐസറിന്റെ എക്സാം കിട്ടി, അപ്പൊ ഐസർ കിട്ടി, അപ്പൊ ഐസർ പോകാം. ഐസർ പോയി കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് എന്ത് എന്ന് അപ്പൊ ചിന്തിക്കുന്നില്ലായിരുന്നു. പിന്നെ ഐസറിൽ 5 വർഷം കഴിഞ്ഞു ഒരു 5th ഇയർ ഒക്കെ ആയപ്പോഴാണ് ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് PhD ട്രൈ ചെയ്ത് നോക്കാം, എന്നെ കൊണ്ട് പറ്റും, റിസർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഫീൽ. ഞാൻ ഒരിക്കലും ലോങ് ടേം പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് അപ്പോഴൊക്കെ ഒരു ഗോൾ ഉണ്ടായിരുന്നത് ത്രൂ ഔട്ട് ഇങ്ങനെയായിരുന്നു, ഇൻഡിപെൻഡന്റ് ആവണം എന്ന്. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം, പേരൻസിന് അധികകാലം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റരുത്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഇതായിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ഒരു എനിക്ക് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം. അതല്ലാതെ ഈവൻ പ്ലാനിംഗ് ഒന്നും മനസ്സിലില്ല. ഇല്ല, എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ, ഈ ഷോർട്ട് ടേം പ്ലാൻ വെച്ചതുകൊണ്ട് തന്നെ ആയിരിക്കണം മറ്റു പല പ്ലാനുകളും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. ടീച്ചിങ് ആയാലും എനിക്ക് ഇനി വേറെ ഈ സ്ട്രീം മൊത്തത്തിൽ വിട്ട് വേറെ ഏതിലെങ്കിലും പോകണോ എന്നുള്ള തീരുമാനം എടുക്കാനൊക്കെ ഷോർട്ട് ടേം പ്ലാൻ വെച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം കിട്ടിയിരുന്നു. ഒരിക്കലും ഞാൻ ലോങ് ടേം പ്ലാൻ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും വർക്ക് ആയിട്ടുമില്ല. സോ ഈ പലപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് പല ആളുകളുടെയും ആശങ്കയാണ്, ഇപ്പൊ പല്ലവി പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ ഫാമിലിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ മാത്രമേ ഉള്ളായിരുന്നു. പലപ്പോഴും ഐസറിൽ ആളുകൾക്ക് വരാൻ മടിയും അത് തന്നെയാണ്. അതായത് പെട്ടെന്ന് ലൈഫിൽ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡന്റ് ആവണം എന്ന് വിചാരിക്കുന്ന പല ആളുകൾക്കും ഐസറിനോട് എന്തോ ഒരു പേടിയാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഫോർ ദ സെയിം പർപ്പസ് തന്നെയായിരുന്നു ഐസറിലേക്ക് പല്ലവി ചൂസ് ചെയ്തത്. അപ്പം ആ ഒരു കൺസേൺ എപ്പോഴെങ്കിലും പല്ലവിക്ക് ഉണ്ടായിരുന്നു? അതായത് നമ്മൾ ഐസറിൽ വലിയൊരു കരിയറിലേക്ക് പോകുമ്പം ഒരു മാരത്തോൺ ടൈപ്പ് കരിയർ ആണല്ലോ, അപ്പൊ അതിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഫൈനാൻഷ്യലി ഇത് വയബിൾ അല്ലാത്തൊരു കരിയർ ആണെന്ന് ഏതെങ്കിലും പോയിന്റിൽ തോന്നിയിട്ടുണ്ടായിരുന്നു? ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുമ്പം എനിക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തത് ശരിയായിരുന്നോ? കാരണം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റൂട്ട് വെച്ചിട്ട് അത്രയും പെട്ടെന്ന് ഒറ്റയടിക്ക് കിട്ടില്ലായിരുന്നു. സാലറി ആയാലും അത്രയും പെട്ടെന്നൊന്നും നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റില്ലായിരുന്നു. പക്ഷേ താങ്ക്ഫുള്ളി ഞാൻ ഐസറിൽ കയറുന്ന സമയത്ത് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഇൻസ്പയർ സ്കോളർ ആയിരുന്നു ഞാൻ. അത് കാരണം അത്യാവശ്യം ഉള്ളതൊക്കെ എനിക്ക് അതിലൂടെ എന്താ പറയാ സേവിങ് ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫീസ് മേ ബി പേരൻസ് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ആ ടൈമിൽ. പക്ഷെ നമ്മള് ഡെയിലി എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോണെങ്കിലുള്ള എക്സ്പെൻസസ് അതൊക്കെ മീറ്റ് ചെയ്യാൻ നമ്മളെ ഈ സ്കോളർഷിപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുമ്പോൾ അതൊരു വലിയ കൺസേൺ ആയിരുന്നു. ഈ 5 വർഷത്തിനിടയിൽ പലപ്പോഴായിട്ട് ഞാൻ ആലോചിച്ചതാണ്, ഇതൊക്കെ സയൻസ് 5 വർഷം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് PSC അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് അങ്ങനെയൊക്കെ എഴുതിക്കൂടെ? അത് ഈവൻ പാരന്റ്സ് വരെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ട്രൈ ചെയ്തൂടെ? പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ചെയ്തൂടെന്ന്. അപ്പം ഓക്കെ ഫൈൻ, ഇത് കിട്ടി, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, സയൻസിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സാംസ് എഴുതി ക്വാളിഫൈ ആവാം, അതിനുള്ള ടൈം എടുക്കാം, അങ്ങനെ ഓൾട്ടർനേറ്റ് തിങ്കിങ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കോൺസ്റ്റന്റ്ലി മനസ്സിലുണ്ടായിരുന്നു, നമ്മൾ ഐസറിൽ ആ ഒരു എൻവയോൺമെന്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളത് സ്റ്റുഡൻസ്, സയൻസിൽ നിൽക്കുന്ന സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ്. അപ്പം ആസ് എ കിഡ് ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും എനിക്ക് അവരെ പോലെ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ മേ ബി ആ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ കൊണ്ടേ ആവാം സയൻസിൽ അവിടെ തന്നെ നിന്നത്. ഈവൻ ദോ ഐസർ കഴിഞ്ഞ ഉടനെ എനിക്ക് PhD കിട്ടിയിട്ടില്ല. അപ്പോഴൊക്കെ ആ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആ സയൻസിനോടുള്ള പാഷൻ ആയിരിക്കണം എന്നെ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത്. അതെ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട് ഐസറിന്റെ ഒക്കെ ഫീസിനെ ഒക്കെ കുറിച്ച് കുറച്ച് വെറീഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് റിസർച്ച് ഇമ്മൻസ്ലി പാഷനേറ്റ് ആണ്, പക്ഷെ എത്രത്തോളം ഫീസിബിൾ ആണ് ഈ ഒരു കരിയർ എന്നുള്ളത് ഉറപ്പില്ല എങ്കിൽ എന്താണ് അതുപോലുള്ള കുട്ടികളോട് പല്ലവിക്ക് പറയാനുള്ളത്? അതായത് ഒരു എഡ്യൂക്കേഷൻ തീർക്കണമെങ്കിൽ അവർക്കൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഐസറിലേക്ക് വരുന്നത് എത്രത്തോളം നല്ലൊരു ഡിസിഷൻ ആയിരിക്കും? ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. മേ ബി എൻ്റെ മേജർ എക്സ്പെൻസസ് അത് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആസ് ഐ സെഡ് എനിക്ക് അത്യാവശ്യത്തിനുള്ള ചിലവ് അതിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്, റിസർച്ചിനോട് അത്രയും പാഷനുള്ള കുട്ടിയാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് കുട്ടി സ്റ്റാർട്ട് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം.
സ്കോളർഷിപ്സ് ഐ എം ഷുവർ ഇറ്റ്സ് അവൈലബിൾ. അതുപോലെ ഫാക്കൾട്ടീസിനോട് സംസാരിക്കുക. ഫാക്കൾട്ടീസിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുന്ന രീതിയിൽ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. ആ പ്രോഗ്രാംസിനൊക്കെ അപ്ലൈ ചെയ്യുക. അതപ്പം അവർക്ക് നമുക്ക് ഫണ്ടിങ് തരാൻ പറ്റുമായിരിക്കും. ഫോർ എ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് ആയാലും അത്. അപ്പോൾ 5th ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, നല്ലൊരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ JRF പോലത്തെ എക്സാംസും അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ 5th ഇയർ കഴിഞ്ഞ ഉടനെ നമുക്ക് ഇഷ്ടപ്പെട്ട ലാബിൽ വേണ്ട സ്കിൽ സെറ്റും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഒരു JRF പൊസിഷനെങ്കിലും കയറാം. നോട്ട് എ PhD, പക്ഷെ ഒരു JRF ആയിട്ടെങ്കിലും കയറാം. ദാറ്റ് വിൽ ബി എ ഗുഡ് സ്റ്റാർട്ട്. പിന്നീട് ഈ സമയം അത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം. എല്ലാം അപ്പം റെഡി ആയിട്ട് വെച്ചിരിക്കണം എന്നില്ല. ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് പോലെ ഒന്നും അല്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എല്ലാം. അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് വഴികൾ അറിയുക, അതാണ് നടക്കേണ്ടത്. അപ്പം എൻ്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ സംസാരിക്കുക, ഫാക്കൽറ്റീസിനോട് സംസാരിക്കുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളോട് സംസാരിക്കുക. അപ്പം കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെ പറ്റിയിട്ടും അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അതായിരിക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഗവൺമെന്റ് വെബ്സൈറ്റ്സിനെ പറ്റി പോയി സെർച്ച് ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് എങ്ങനെ അവെയിൽ ചെയ്യാം, എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം സയൻസിലൊരു കരിയർ ഒക്കെ വേണം, അല്ലെങ്കിൽ സയൻസിനോടൊരു ഇഷ്ടം തോന്നിയിട്ടാണ് പല്ലവി ഐസറിലേക്ക് എത്തിയത്. അങ്ങനെ എത്തിയ ഒരു സയൻസിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയാത്തൊരു കുട്ടിയായിട്ടുള്ള ഒരു പല്ലവിന്ന് ഇപ്പം എത്തി നിൽക്കുന്ന ഒരു റിസർച്ചർ ആയിട്ടുള്ള പല്ലവിയിലേക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഐസർ തന്നിട്ടുണ്ടാവുക? ഓക്കെ, ഐസറിന്റെ കോഴ്സ് സ്ട്രക്ചർ തന്നെ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് 4 സബ്ജക്ട്സും പഠിക്കണമല്ലോ. കെമിസ്ട്രി, സയൻസ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആൻഡ് ഫിസിക്സ്. അങ്ങനെ ഇപ്പൊ നമ്മൾ നാട്ടിലുള്ള ഒരു കോളേജിലാണെങ്കിൽ പെർട്ടിക്കുലർ സ്ട്രീമിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ 4 സബ്ജക്ട് പഠിക്കുന്നതോടുകൂടി ഫസ്റ്റ് തിങ് ഒരു എല്ലാ സബ്ജക്റ്റിനോടും ഒരു അറിവ് നമുക്ക് കിട്ടും. എന്താണ് ഒരു വളരെ ബേസിക് ആയിട്ട് ടഫായിരുന്നു, എല്ലാം ടഫായിരുന്നു. പക്ഷെ എസ്പെഷ്യലി 4 കൂടെ ഒറ്റയടിക്ക് നമ്മൾ പഠിക്കുന്നു, അതും ഹെവി. +2 പഠിച്ച മാതിരിയല്ല, ഹെവി ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ടഫായിരുന്നു, പക്ഷെ എന്നാലും എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമായിരുന്നു. കാരണം ഞാൻ ഇവിടെ മാത്സിൽ മേജർ എടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത് മാത്സ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനും മാത്സ് മാത്രം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സയൻസിനോടുള്ള ഇൻട്രസ്റ്റേ പോയേനെ, ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബയോളജി ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം, കുറച്ചുകൂടെ ബയോളജിക്കൽ കാര്യങ്ങൾ പഠിക്കില്ല, അതിലേക്കായിരുന്നു എന്നെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബയോളജി മേജർ എടുത്തു, കെമിസ്ട്രി മൈനർ എടുത്തു. ഈ നമ്മുടെ ഐസറിൽ ഏതൊരു സ്റ്റേജിലാണ്, ഏതൊരു ഇയറിലാണ് ബയോളജി ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ബയോളജിനോട് തോന്നി തുടങ്ങിയ ഒരു പോയിന്റ് ഏതാ? ഞാൻ പറയുകയാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ആയിരിക്കും. ഫസ്റ്റ് സെമസ്റ്റർ ഞങ്ങൾക്ക് ഇക്കോളജി ആയിരുന്നു പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ഇക്കോളജി ഞാൻ എൻജോയ് ചെയ്തിരുന്നു. നല്ല പ്രോജക്റ്റ് ഒക്കെ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഐ ഹാഡ് ഫൺ. നമുക്ക് ഒരു ബിഹേവിയർ സ്റ്റഡി ആയിരുന്നു. അത് വന്നിട്ട് കോഴീനെ വെച്ചിട്ടായിരുന്നു നമ്മൾ പഠിപ്പിച്ചത്. അതൊക്കെ എനിക്ക് നല്ല ഹരമായി തോന്നിയിരുന്നു. അപ്പോഴും മാത്സിൽ പഠിക്കുന്നുണ്ടായിരുന്നത് മാത്സിലെ അക്കങ്ങളൊക്കെ മാറി വലിയ വലിയ അക്ഷരങ്ങളായി. ഇംഗ്ലീഷ് പഠിക്കണം, അത് ഇന്റഗ്രേഷൻ ഒന്നും അല്ല. നമ്മൾ +2 ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ച് അവിടെ പഠിച്ചപ്പോൾ വെറും ഇംഗ്ലീഷായി മാറി. എനിക്കത് താങ്ങാൻ പറ്റില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഈ +2 പഠിക്കുന്ന സമയത്ത് മാത്സ് ആയിരുന്നു ഫേവറേറ്റ് സബ്ജക്ട്. അങ്ങനത്തെ ആള് നേരെ ഫസ്റ്റ് ഇയർ എത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി മാത്സ് എന്നെ കൂടെ താങ്കൾ പഠിക്കാം, എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം, പാസ്സാവാം. പക്ഷെ അത് മുന്നോട്ട് അതിലേക്ക് കാരണം മനസ്സിലാവുന്നില്ല എനിക്ക്. നമ്മളൊരു സംഭവം പഠിക്കുക അല്ലെങ്കിൽ ഒരു സാധനം ലേൺ ചെയ്യാന്ന് പറയുന്നത് നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൽ അതിന് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആവണം. എനിക്കത് മാത്സിൽ പറ്റുന്നില്ലായിരുന്നു ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി മാത്സ് എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബയോളജിയിൽ എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എല്ലാത്തിനുള്ള റീസൺ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞ് അപ്പം ഫസ്റ്റ് ഇയർ ഇക്കോളജി ആയിരുന്നു. ഇക്കോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. സെക്കൻഡ് ഇയർ ആയപ്പോൾ ബയോ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് സെമസ്റ്റർ ബയോ കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങിയപ്പം എന്താ പറയാ, നമ്മൾ പഠിച്ചു വരുമ്പം കുറെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത് ബയോളജിക്കൽ ആപ്ലിക്കേഷനുള്ള രീതി വരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തിന് അത് സംഭവിക്കുന്നു, നമ്മളെ ബോഡിയിൽ ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് സ്ട്രക്ചേഴ്സ് വന്നിട്ടുണ്ട്, കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ബയോളജിയാണ് എനിക്ക് ചരിവ്, ബയോളജിനോടാണ്. ഫിസിക്സ് എനിക്ക് പണ്ടേ +2 ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ വലിയ കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. കെമിസ്ട്രിയും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു.
അങ്ങനെയാണ് ഞാൻ പിന്നെ 3rd ഇയർ എത്തിയപ്പോൾ ബയോളജി മേജർ കെമിസ്ട്രി മൈനർ ആക്കി എടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ബയോളജിയിൽ നല്ല ടോപ്പിക്സ്, ഡെവലപ്മെന്റൽ ബയോളജി ആയാലും ജനറ്റിക്സ് ആയാലും വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഞാൻ പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഐസറിൽ ആ കോഴ്സ് സ്ട്രക്ചർ തന്നെ ശരിക്കും നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ്, എങ്ങനെ എത്തിക്കണം, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണ്, പറ്റാത്തത് എന്താണ് എന്നൊക്കെ പറയും. പിന്നെ ഓരോ സെമിസ്റ്ററിലെ കോഴ്സ് നമുക്ക് ഒരു ടേസ്റ്റ് തരും. എല്ലാ സബ്ജക്റ്റിനും എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ ആസ് എ റിസർച്ച് ഇൻട്രസ്റ്റ് എങ്ങനെ എടുക്കാം എന്നുള്ള കോർ സബ്ജക്ട്സിന്റെ ഒരു ടേസ്റ്റ് അത് എന്തായാലും തന്നിട്ടുണ്ട്. സോ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കണം അറ്റ് ദി എൻഡ് ഇങ്ങനെ ഒരു റിസർച്ച് ഫീൽഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റിയത് ഈ ഒരു റിസർച്ച് ഏരിയ. ഇപ്പം പല്ലവി വീണ്ടും ഐസറിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ട് ഒന്നും കൂടെ റീലിവ് ചെയ്യാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ, അന്ന് തന്നെ അറിവുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ, ലൈഫും കരിയറും ബെറ്റർ ആയേനെ എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് 2016 തിരിച്ചു പോവുകയാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു കരിയർ എന്ന് തോന്നുന്ന എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ? ഉണ്ട്. ഒരു മേജർ വൺ ഇസ് ദാറ്റ് സിവിയില് സ്കിൽസ് എഴുതാൻ പുതിയ സ്കില്ല് പഠിക്കുക എന്നതല്ലാണ്ട് സ്കില്ലിന് ആക്ച്വലി എന്താണ് അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര വൃത്തിയിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി പിന്നീട് ഒരിക്കൽ പോലും ടെക്സ്റ്റ് ബുക്ക് നോക്കാത്ത വിധം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ മോട്ടീവ് എന്താ വെച്ചാൽ സ്കില്ല് പഠിക്കുക. സ്കില്ല്, അതായത് ഇപ്പം ഇന്ന് ഞാൻ ചെയ്തു, നാളെ അതെനിക്ക് നല്ലോണം പോലെ ചെയ്യാൻ പറ്റുക, അത് മാത്രമേ ഉള്ളൂ. അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ, അത് എന്തിനു ചെയ്യുന്നു. ഇപ്പൊ പൈപ്പറ്റിംഗ് ആയാലും 2 പൈപ്പറ്റ് ഉണ്ട്, അതിൽ ആദ്യത്തത് എന്തുകൊണ്ട് പ്രസ് ചെയ്യുന്നു, എടുക്കുമ്പോൾ അത് മാത്രം പ്രസ് ചെയ്യുന്നു, രണ്ടാമത്തെ തവണ എന്തുകൊണ്ട് പ്രസ് ചെയ്യുന്നു, ഇതിനെ പറ്റിയിട്ടൊന്നുമില്ല, ബേസിക്സ് ഒന്നുമില്ല. നമ്മളോട് എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യുന്നു. പക്ഷെ മേ ബി ഇപ്പൊ തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പിന്നിലുള്ള റീസൺ എന്താണ് എന്നുള്ള കാര്യത്തിന് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുത്താൽ കൊള്ളാറുണ്ട്. അത് തന്നെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിൽ കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളിൽ എനിക്ക് കുറച്ചും കൂടെ ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നീട് ഞാൻ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്തായാലും ആ അഡാപ്റ്റേഷൻ എനിക്ക് കുറച്ചും കൂടെ ഈസി ആക്കിയേനെ എന്ന് തോന്നി. ഇപ്പം ഐസർ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഉള്ള ഈ ഒരു PhD പൊസിഷനിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? എത്രത്തോളം അപ്ലൈ ഒക്കെ ചെയ്തതിന് ശേഷമാണ് കിട്ടിയത്? ആൻഡ് എന്താണ് ഈ ഒരു റിസർച്ച് ഫീൽഡ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം? 5th ഇയർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു വഴി അറിയാത്തത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ സംസാരിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നത് അയക്കുക, എല്ലാവർക്കും മെയിൽ അയക്കുക, പ്രൊഫസേഴ്സിനൊക്കെ മെയിൽ അയക്കുക, ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആണെങ്കിൽ മെയിൽ അയച്ചു നോക്കുക, എന്നിട്ട് അവർ റിപ്ലൈ തരും, ഇന്റർവ്യൂവിന് കോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ JRF ഒക്കെ എഴുതണം എന്നുള്ള പ്ലാനിലൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പക്ഷെ ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ഇപ്പോൾ റിസർച്ച് എടുത്താൽ തന്നെ പറ്റുമോ, താങ്ങാൻ പറ്റുമോ, കാരണം നമ്മൾ അറിയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രശ്നം, പ്രത്യേകിച്ച് ഒരു COVID-19 വന്നതിന് ശേഷം എഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. എസ്പെഷ്യലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന 5th ഇയർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സിർക്കേഡിയൻ റിതത്തിലായിരുന്നു. അതിലൊരു സ്ലീപ്പ് സൈക്കിളൊക്കെ ഇത്തിരി തകിടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, എന്നിട്ട് എല്ലാം ഇപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ഒരു ലേണിംഗ് സെന്ററിൽ 1-to-1 കോച്ചിങ് ആയിട്ട് ടീച്ചറായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഐസർ കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് വന്നതിന് ശേഷം അത് കഴിഞ്ഞ് ഒന്ന് ഇരിക്കുമ്പോഴാണ് ഓക്കെ ഫൈൻ, PhDക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം, അപ്ലൈ ചെയ്യാം. അന്ന് എന്നോട് ഉപദേശിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ ദിവസത്തിൽ ഒരു 20 മെയിലൊക്കെ ഒറ്റയടിക്ക് അയക്കുക എന്നാണ്. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം, നല്ല കമ്മിറ്റ്മെന്റോട് കൂടി അവരുടെ ശരിക്കുള്ള വർക്ക് മനസ്സിലാക്കി മെയിൽ അയച്ചപ്പോഴാണ് എനിക്ക് റിപ്ലൈ വന്നിട്ടുള്ളൂ, നല്ല ഇന്റർവ്യൂ കോളിന് വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് നല്ല സയന്റിസ്റ്റുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്റർവ്യൂ കോൾ വഴി. പക്ഷെ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ എല്ലാം കാരണം കുറെ പൊസിഷൻസ് പോയിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ നിഷ കണ്ണൻ പറഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ മേഘന്റെ അണ്ടറിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോണേ. അങ്ങനെ 2 വർഷം അവരുടെ കൂടെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതെന്തായിരുന്നു വർക്ക്? ഡോക്ടർ മേഘന്റെ കൂടെ ഉള്ള എന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്ററി ഇന്റർവെൻഷൻ ഫോർ ഏർലി ലൈഫ് മാൽനറിഷ്ഡ് ഫ്ലൈസ്, ഇതായിരുന്നു ടോപ്പിക്. ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോസോഫില മാലിനോഗാസ്റ്റർ, അതായിരുന്നു ഞങ്ങളെ മോഡൽ ഓർഗാനിസം. അപ്പോൾ ഏർലി ലൈഫിൽ അവരെ നമ്മൾ സ്റ്റാർവ് ചെയ്യും,
അങ്ങനെ ഉണ്ടാവുന്ന ഫ്ലൈസിന് ബോഡി സൈസ് ഒക്കെ കുറവായിരിക്കും, അവരുടെ ടാഗ് ലെവലൊക്കെ കൂടും, അങ്ങനത്തെ ഫ്ലൈസ് ആയിരിക്കും. അപ്പൊ ആ ഫ്ലൈസിന് നമ്മൾ ഡയറ്ററി ഇന്റർവെൻഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ഈ മാൽനറിഷ്ഡ് ഇത് എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുക എന്നാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോജക്റ്റ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എസ്സേ, ലൈഫ് സ്പാൻ എസ്സേ, ഇങ്ങനത്തെ ഒക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു സ്റ്റഡി മൊത്തത്തിൽ. ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് പിന്നെ PhDക്ക് വേണ്ടി പോകുന്നത് അല്ലെ? യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവില്ലയില് ഇപ്പം ചെയ്യുന്ന വർക്കും ഈ ഒരു വർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പിന്നെയും വർക്ക് ചെയ്യുന്നത് ഡ്രോസോഫില മാലിനോഗാസ്റ്ററിലാണ്. സോ ഇപ്പൊ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഡയറ്ററി ഇന്റർവെൻഷൻസിന്റെ ഭാഗവും വരുന്നുണ്ട്. കുറെ കൂടെ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ബാംഗ്ലൂരിലുള്ള വർക്കല്ല, ഞാൻ ഐസറിൽ റിസർച്ച് ചെയ്തിരുന്ന സമയത്ത് സിർക്കേഡിയൻ റിതത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സിർക്കേഡിയൻ റിതം റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും ഞാനിപ്പം ഇപ്പോഴത്തെ PhDയിൽ ചെയ്യുന്നു. എന്താണ് ഇപ്പൊ കറന്റ്ലി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്? കറന്റ്ലി ചെയ്യുന്നതിന്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് വേർണർ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ട്. അത് ബേസിക്കലി ഏജിങ്, ആക്സിലറേറ്റഡ് ഏജിങ് എന്ന് പറയും. പെട്ടെന്ന് പ്യൂബേർട്ടി കഴിഞ്ഞ ഉടനെ അവർ ഏജിങ് സിംറ്റംസ് കാണിക്കുക, റിങ്കിൾസ് ഉണ്ടാവുക, മുടി ഗ്രേ ഹെയർ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സംഭവത്തിനാണ് വേർണർ സിൻഡ്രം എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലി ശരിക്കും കാണാൻ പ്രായമായിട്ടുള്ള ആളെ പോലെ തന്നെ ഉണ്ടാവും. അതെ, നമ്മള് ഈ രാക്ഷസൻ സിനിമയിലൊക്കെ കണ്ടിട്ട് അതേപോലെ അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായമുള്ള വ്യക്തിനെ മാതിരി തോന്നാം പ്യൂബേർട്ടി കഴിഞ്ഞ ഉടനെ. അത് വേർണർ സിൻഡ്രം ആണ്. അതൊരു പെർട്ടിക്കുലർ ജീൻ ഉണ്ട്, WR എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ DNA റെപ്ലിക്കേഷൻ ഒക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജീനാണ്. അതിന്റെ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് ഈ വേർണർ സിൻഡ്രം വരുന്നത്. വളരെ റെയർ ഡിസീസ് ആണ്, പക്ഷെ ഉണ്ട് അങ്ങനെ ഒരു ഡിസീസ്. അപ്പം എന്റെ സ്റ്റഡി വന്നിട്ട് ഡയറ്ററി റെസ്ട്രിക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയറ്ററി റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒക്കെ പോലെ, അത് ശരിക്കും ലൈഫ് സ്പാൻ ഇൻക്രീസ് ആക്കും എന്നാണ് പറയുന്നത്. അത് മോഡൽ ഓർഗാനിസംസ് ആയിട്ടുള്ള സി എലഗൻസ്, ഈവൻ മങ്കീസിലൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഡയറ്ററി ഇന്റർവെൻഷൻ കൊടുത്താൽ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യും. പക്ഷെ വേർണർ സിൻഡ്രം ഫ്ലൈസിൽ നമ്മൾ ഡയറ്ററി റെസ്ട്രിക്ഷൻ കൊടുക്കുമ്പോൾ അവർ ലൈഫ് സ്പാൻ ഇൻക്രീസ് ആവുന്നില്ല. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡയറ്ററി റെസ്ട്രിക്ഷൻ എന്നിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ഇവിടെ വർക്ക് ആവുന്നില്ല? എന്തായിരിക്കും വേർണർ സിൻഡ്രം ഫ്ലൈസിൽ അല്ലെങ്കിൽ വേർണർ സിൻഡ്രം ഉള്ള ആൾക്കാരിൽ വ്യത്യാസമായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക? ജനറ്റിക് ലെവലിൽ, മോളിക്കുലർ ലെവലിൽ എങ്ങനെയാണ് ചേഞ്ചസ് എന്ന് പഠിക്കലാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ്. വളരെ പ്രിലിമിനറി ആയിട്ടുള്ള സ്റ്റഡിയാണ് ആസ് ഓഫ് നൗ. അത് ഇങ്ങനെയാണ് ഞങ്ങൾ ലോങ് ടേം ആയിട്ട് കാണുന്നത്. ഈ ഒരു റിസർച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കാനൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വർക്ക് കണ്ടുപിടിച്ചത്? ആൻഡ് ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവിൽ ഈ ഒരു ലാബിൽ റിസർച്ച് ചെയ്യണം, എങ്ങനെയാണ് ഈ ലാബ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്? 5th ഇയറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ നിഷ കണ്ണന്റെ ലാബിലായിരുന്നു. ആൻഡ് ഇറ്റ്സ് എ ക്രോണോബയോളജി ലാബ്. അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സിർക്കേഡിയൻ റിതം ആൻഡ് മെറ്റബോളിസത്തിലായിരുന്നു. അത് കൂടാണ്ട് അതിന് മുന്നേ 2019 ഞാൻ JNCA ഡോക്ടർ ഷീബ വാസുവിൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡോക്ടർ ഷീബ വാസു അവരുടെ സ്റ്റുഡൻസും വെച്ചിട്ടൊരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ പ്രൊഫസർ ഡോക്ടർ ഡേസങ് വാങ്ബു ഡോക്ടർ ഷീബ വാസുവിനെ കോൺടാക്ട് ചെയ്യാണ് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി ചോദിച്ചിട്ട്. അങ്ങനെ അവര് ഡോക്ടർ ഷീബ വാസുവിനോട് പറയാണ് ഇങ്ങനൊരു പൊസിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നിഷ കണ്ണൻ വഴിയാണ് ഈ പൊസിഷനെ പറ്റിയിട്ട് എനിക്ക് അറിയുന്നത്. സോ നോക്കുമ്പം ഞാൻ സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കിനോട് സിമിലർ ആയിട്ടുള്ള ടോപ്പിക് ആൻഡ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം സംവാട്ട് സിമിലർ വർക്ക്. അപ്പൊ എനിക്ക് ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്യാം. എനിക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത് അതായത് സിർക്കേഡിയൻ റിതം മാത്രമല്ല, കുറച്ച് ഏജിങ്ങിലേക്കും പോകാം എന്ന് മനസ്സിലായി. ഞാൻ ഡോക്ടർ ഡേസങ് വാങ്ബുവിന്റെ പ്രൊഫൈല് നോക്കിയപ്പം അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്യും. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിനൊടുവിൽ US യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവിലിന്റെ ഗ്രാജുവേറ്റ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്ക് കാരണമാണോ അതെ കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? നെറ്റ്വർക്ക് വാസ് എന്റെ PhD സിറ്റുവേഷനിൽ നെറ്റ്വർക്ക് വാസ് ദ ക്രൂഷ്യൽ പോയിന്റ്. കാരണം ഡോക്ടർ ഷീബ വാസു ആയിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ നിഷ കണ്ണനായിട്ട് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് കണക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ അവര് ഇങ്ങനെയൊരു അതായത് ഇപ്പൊ ഡോക്ടർ ഡേസങ് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് കാൻഡിഡേറ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് എത്തില്ലായിരുന്നു. എസ്പെഷ്യലി ഞാനൊരു ഇയർ ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആ ടൈമിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന് അത് ഫോർവേഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് എനിക്കും കൂടെ അത് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് അല്ലാത്ത പക്ഷം കിട്ടില്ലായിരുന്നു. സോ നെറ്റ്വർക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു.
ഇപ്പം പല്ലവി യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവിൽ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ മുന്നേ ഇന്ത്യയിൽ ഒരു കുറച്ചൊരു റിസർച്ച് എക്സ്പീരിയൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്നും അബ്രോഡിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എസ്പെഷ്യലി US പോകുന്ന സമയത്ത് എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക ആസ് എ റിസർച്ചർ? സോ എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എനിക്ക് കോഴ്സ് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്രാജുവേറ്റ് ടീച്ചിങ് അസിസ്റ്റൻ്റ് ആണ്. പിന്നെ അതിനൊപ്പമാണ് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസർച്ച് ഭാഗത്ത് മാത്രമായിട്ടാണെങ്കിൽ എൻ്റെ ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിരുന്നു. കാരണം ഞാൻ ഡ്രോസോഫില്ലയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സംവാട്ട് സിമിലർ ടോപ്പിക് ആയിരുന്നു. സോ റിസർച്ച് വൈസ് എനിക്ക് ഈസി സ്റ്റാർട്ടായിരുന്നു. അവിടെ പോയി ഞാൻ ട്രെയിനിങ് ഒന്നും അധികം വേണ്ടി വന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് കോഴ്സ് വർക്കും ഗ്രാജുവേറ്റ് ടീച്ചിങ് അസിസ്റ്റൻഷിപ്പാണ്. അത് വർക്ക് ചെയ്തതിന് ശേഷം വന്നത് ഉടനെ ആയതുകൊണ്ട് കോഴ്സ് വർക്ക് എല്ലാം ക്യാച്ചപ്പ് ചെയ്യാൻ ഞാൻ കുറച്ച് സമയം എടുത്തിരുന്നു. ടീച്ചിങ് അറിയുന്നത് കൊണ്ട് അതൊരു നല്ല രീതിക്ക് തന്നെ അത് പോകാൻ പറ്റി. ഒരു ഡിഫറൻസ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഇവിടെ ഡീൽ ചെയ്ത പോലെയല്ല അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ എന്താ പറയുക, ഒരു പേഴ്സണൽ സ്പേസ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ എൻ്റെ പ്രൊഫസർ ആയാലും എനിക്ക് ഒരുപാട് വർക്ക് തരുന്നതിന് മുന്നേ എൻ്റെ കോഴ്സ് വർക്ക് എങ്ങനെ പോകുന്നു, ടീച്ചിങ് അസിസ്റ്റൻഷിപ്പിൻ്റെ ലോഡ് എങ്ങനെയാണ്, ഇതൊക്കെ അന്വേഷിച്ചിട്ടായിരുന്നു എനിക്ക് റിസർച്ചിലേക്കുള്ള എക്സ്പെരിമെൻസിനുള്ള സജഷൻസ് ഒക്കെ ആദ്യം തന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്രോജക്ട്സ് ആദ്യം എടുക്കുന്നതിന് മുന്നേ അങ്ങനെയായിരുന്നു എല്ലാം അവർ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് വളരെ ന്യൂ അല്ല, എന്നാലും ഒരു ഗുഡ് ഫീലിംഗ് തന്നു. ആസ് എ സ്റ്റാർട്ട്, ഒരു ആസ് എ PhDക്ക് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വളരെയധികം പ്രഷർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പൊ നമ്മൾ USA പോലുള്ള ഒരു രാജ്യത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള റേസിസം പോലെയുള്ള കാര്യങ്ങളോ, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്തെങ്കിലും ഒരു വർക്ക് എക്സ്പീരിയൻസോ ഒക്കെ ലാബിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ലാബ്, യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ ഏരിയയിൽ നമുക്ക് റേസിസം ഉണ്ടായിട്ടില്ല, ഒട്ടും ഉണ്ടായിട്ടില്ല. അവിടെ നല്ല ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ബിഗിനിങ്ങിലൊക്കെ എനിക്ക് അമേരിക്കൻ ആക്സെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓർ ഇപ്പോഴും എനിക്ക് അമേരിക്കൻ ആക്സെന്റ് കംപ്ലീറ്റ് ഇല്ല. ചില വേർഡ്സ് മോഡിഫൈ ചെയ്യണം, അവർ പറയുന്ന രീതിയിൽ മാറ്റിയെടുക്കണം എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ അവരിലേക്ക് മാറണം എന്നിട്ടുള്ള പ്രഷറൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സോ വിത്തിൻ ദ ക്യാമ്പസ് അങ്ങനെ ഒരു റേസിസം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ പുറമേക്ക് പോകുമ്പം ഈ അവിടുത്തെ അമേരിക്കൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും. സോ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആസ് എൻ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയൊരു റേസിസം ഫേസ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലായാലും ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഇൻക്ലൂസീവ് ആയിട്ട് തന്നെയാണ് എല്ലാം കൺസിഡർ ചെയ്ത് പോകുന്നത്. അവിടുന്ന് ആയാൽ പോലും എന്താ പറയാ, ഇന്ത്യൻസിനെ സ്റ്റീരിയോ ടൈപ്പ് ആക്കി മാറ്റുക, അങ്ങനെയൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം പല്ലവി ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വല്ലാതെ ഒന്നും ലോങ് ടേമിലേക്കൊന്നും പ്ലാൻ ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ചോദിക്കുകയാണ്, എന്താണ് പല്ലവി ആസ് എ റിസർച്ചർ എങ്ങനെയാണ് ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുന്നത്? അതായത് വളരെ ഷോർട്ട് ടേം ആണെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഐസറിൽ പഠിക്കുമ്പോഴായാലും നമ്മൾ ഇൻസ്പയർ ചെയ്ത കുറെ വ്യക്തികളുണ്ട്. അവരെ പോലെയൊക്കെ ആവണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവരത്ര എത്തുമോ എന്നുള്ള സംശയമുണ്ട്. നമ്മൾ അവിടെ കാണുന്ന സയന്റിസ്റ്റ് ആയാലും നമ്മളെ ഗൈഡിനെയൊക്കെ കാണുമ്പോൾ അവർ മൾട്ടി ടാസ്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ വരും. അതൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇനിയും PhDയിൽ 5 വർഷം കിടക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീസിസ് നല്ലൊരു സോളിഡ് തീസിസ് അല്ലെങ്കിൽ നല്ല പബ്ലിഷിംഗ് മെറ്റീരിയൽ എനിക്ക് ഇറക്കണം, നല്ലൊരു വർക്ക് ചെയ്യണം 5th ഇയർ വരെ അതിൽ നല്ല രീതിയിൽ. അതിനോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് എടുത്ത സ്ഥിതിക്ക് നല്ല ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം എന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഉടനെ ഒരു പോസ്റ്റ് ഡോക്ക്, ഒരു ലാബിലായാലും ഇൻഡസ്ട്രിയിലായാലും ഒരു പോസ്റ്റ് ഡോക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഈ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്ന എൻ്റെ സ്കില്ലുകളും എൻ്റെ കോൺഫിഡൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും പിന്നീട് ഞാൻ പ്രൊഫസർ ആവോ അല്ലെങ്കിൽ ഒരു ലാബ് മാനേജ് ചെയ്യും എന്നുള്ളതൊക്കെ പറയാം. സോ അതെനിക്ക് പറയാനായിട്ടില്ല. ബട്ട് ഐ നോ ഐ ഡു എ പോസ്റ്റ് ഡോക്ക് അറ്റ് ദി എൻഡ്. ഇപ്പൊ പല്ലവിക്ക് US PhD ചെയ്യുന്ന സമയത്ത് തന്നെ ടീച്ചിങ് അസിസ്റ്റൻസ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ ഐസറിലാണെന്നുണ്ടെങ്കിലും നമ്മൾ BSMS നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ നമ്മളുടെ നാട്ടില് സയൻസിനോടുള്ളൊരു പേഴ്സ്പെക്റ്റീവും വിദേശത്തുള്ള ആളുകൾക്ക് സയൻസിനോടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് അങ്ങനെ
ഉള്ള പെർസ്പെക്റ്റീവ് ഡിഫറൻസ് എങ്ങനെയാന്ന് പറയാൻ അറിയില്ല. പക്ഷേ ഒരു ഡിഫറൻസ് എനിക്ക് പറയാൻ അറിയുന്നത് ഇവിടെ പഠിപ്പിക്കുന്നതും അവിടെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസമാണ്. ഇവിടെ എങ്ങനെയും പഠിക്കുക, എക്സാം എഴുതുക, പാസ്സാവുക, ക്വാളിഫിക്കേഷൻ കിട്ടുക, ഈ ഒരു മോഡിലാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഉള്ള അത്രയും കാലം ഞാൻ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക, പാസ്സാവുക, അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ഇംപ്രൂവ് ചെയ്യാനുള്ള സെറ്റപ്പും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എക്സ്പെരിമെന്റിന്റെ ഇപ്പം ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ബയോളജി കോഴ്സ് എടുത്ത മേജേഴ്സിന്റെ ഒരു അവസ്ഥയിൽ സിറ്റുവേഷൻ ഞാൻ കമ്പയർ ചെയ്യാം. ഞാനൊരു 3rd ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് PCR അല്ലെങ്കിൽ QPCR പഠിക്കുമ്പോൾ ഈ സൊല്യൂഷൻ എടുത്ത് ആ സൊല്യൂഷനിലേക്ക് ഒഴിക്കുക, അത് മിക്സ് ചെയ്യുക, ഇത്ര ml ഒഴിക്കുക, അത് മിക്സ് ചെയ്യുക, സെൻട്രിഫ്യൂജ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. അത് സെറ്റ് പ്രോട്ടോകോൾ ഉണ്ടാവും, അത് എന്താണ് സ്കില്ല് അത് ചെയ്യുന്നു. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് വൃത്തിക്ക് ചെയ്യുകയും ചെയ്യും, കാരണം എൻ്റെ അടുത്ത് ക്ലിയർ കട്ട് പ്രോട്ടോകോൾ ഉണ്ട്. അമേരിക്കയിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ബയോളജി സ്റ്റുഡൻസിന് കൊടുക്കുന്ന എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 1st ഇയർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, നോൺ ബയോ മേജേഴ്സിനെ പഠിപ്പിക്കുന്നത്. അവർക്ക് നാച്ചുറൽ സെലക്ഷൻ പഠിപ്പിക്കുമ്പോൾ ഒരു ടർഫ് കൊടുക്കുന്നുണ്ട്, സീഡ്സ് കൊടുക്കുന്നുണ്ട്, ബിഗ് സീഡ്സ് ആൻഡ് സ്മോൾ സീഡ്സ്. എന്നിട്ട് ട്വീസറും കൊടുക്കും, ബീക്കും കൊടുക്കും. അപ്പൊ ട്വീസറും പ്ലെയറും ഇതെന്ന് പറയുന്നത് ബീക്ക് ബേർഡ്സ്. പ്ലെയർ എന്ന് പറയുന്നത് ലാർജ് ബീക്ക് ബേർഡ്സ്, ട്വീസർ എന്ന് പറയുന്നത് സ്മോൾ ബീക്ക് ബേർഡ്സ്. എന്നിട്ട് അവർ ഈ സീഡ്സ് എടുക്കുക, പൊട്ടിക്കുക, കഴിക്കുക. അങ്ങനെ എത്ര സീഡ്സ് എടുക്കുന്നു എന്നാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുക, ലാർജ് സീഡ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ സ്മോൾ സീഡ്സ് എങ്ങനെ കഴിക്കാൻ പറ്റും, ആ സിറ്റുവേഷനിൽ എത്ര പേര് സർവൈവ് ചെയ്യും. ഇനിയിപ്പോൾ സ്മോൾ സീഡ്സ് ഇല്ല, ലാർജ് സീഡ്സ് മാത്രമുള്ള സമയത്ത് ട്വീസർ ഉള്ള ബീക്സിന്, അതായത് ചെറിയ ബീക്കുള്ള ബേർഡ്സിന് ശരിക്കും അത് കഴിക്കാൻ പറ്റില്ല, കാരണം ബ്രേക്ക് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സർവൈവ് ചെയ്യില്ല. നമ്മൾ അഡാപ്റ്റേഷൻ പഠിക്കുന്നുണ്ട്, നാച്ചുറൽ സെലക്ഷൻ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അവര് സ്വന്തമായിട്ടുള്ള ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട്, അല്ലാതെ നമ്മൾ പറയാണ് ഇതാണ് എക്സ്പെരിമെന്റ്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ചെയ്ത് ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടേണ്ടത്, ഇതൊന്നും ആ കുട്ടികൾക്ക് അറിയില്ല. ആ കുട്ടികൾ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ് ഇത്രയും സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ കോൺസെപ്റ്റ് വെച്ച് ഉണ്ടാക്കേണ്ട ഹൈപ്പോത്തസിസ് എന്താണ്, നിങ്ങൾ എന്താണ് നോക്കുന്നത്, എങ്ങനെയാണ് എക്സ്പെരിമെന്റ് മോഡിഫൈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. അപ്പം എനിക്ക് 1st ഇയർ നിന്ന് ഒരു 3rd ഇയർ വരെ ടൈം എടുത്തു ഹൈപ്പോത്തസിസ് എന്താണ്, നൾ ഹൈപ്പോത്തസിസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി. പക്ഷെ ഈ കുട്ടികൾ 1st ഇയർ തൊട്ടിട്ട് മനസ്സിലാക്കുകയാണ്, ഓക്കെ ബയോളജി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു എക്സ്പെരിമെന്റ് പഠിക്കുന്ന ഏതൊരു ഫീൽഡ് പഠിക്കുന്ന സമയത്തായാലും ഹൈപ്പോത്തസിസ് വേണം, സ്റ്റഡി ചെയ്യുന്നതിന് പേർപ്പസ് എന്താണെന്ന് അറിയണം, ക്വസ്റ്റ്യൻ എന്താണ്. ആ കുട്ടികൾ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സോളിഡ് ബേസ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ ലെവലുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ടോപ്പിക് ആനിമൽ ബിഹേവിയർ പഠിക്കണം. നിങ്ങൾക്ക് സ്ക്വിറൽസ് ഉണ്ട്, സ്ക്വിറലിന്റെ ആനിമൽ ബിഹേവിയർ അതായത് ടെയിൽ പൊക്കുന്നത് ഇന്നത് കൊണ്ടാണ്, അവര് ഫുഡ് കഴിക്കാൻ നേരത്തെ അവർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുട്ടികൾ പോയി ഒബ്സർവ് ചെയ്യാണ് സ്ക്വിറൽസിന്റെ ക്യാമ്പസിന് ചുറ്റും. എന്നിട്ട് അതിന്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു നാഷണൽ GIS റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ ഡേറ്റ അനാലിസിസ് പഠിക്കുകയാണ്. 6 കുട്ടികൾ യൂസ് ചെയ്യാൻ പഠിക്കും 2nd ഇയർ ആകുമ്പോഴത്തേക്കും. എന്നിട്ട് അതിൽ ഡേറ്റ അനാലിസിസ് ചെയ്യാൻ പഠിക്കും. ബയോ സ്റ്റാറ്റിസ്റ്റിക്സിലെ ടേംസ് ആ കുട്ടികൾക്ക് വിവരം ഉണ്ടാവും. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ്. അത് ഒരു 3rd ഇയർ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഫ്യൂച്ചറിൽ പഠിക്കുന്നതിനനുസരിച്ച്. സോ ദർ വാസ് എ ഡിഫറൻസ്. ഇവിടെ പഠിക്കുന്നത് നമ്മൾ കൊടുത്ത പ്രോട്ടോകോളിൽ സ്പൂൺ ഫീഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പഠിക്കുന്നത് അവരെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച്, അവരെ കൊണ്ട് റീസൺ കണ്ടുപിടിച്ച്, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിച്ചത്. നമ്മൾ ടീച്ചിങ് അസിസ്റ്റൻസ് അവിടെ നിൽക്കുന്നത് കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കാനും എക്സ്പെരിമെന്റലിന്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുകയാണെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഒരു ടീച്ചിങ് അസിസ്റ്റൻസ് തന്നെയാണ്. സോ ആ ഒരു ഡിഫറൻസ് എനിക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് ഇവിടെ പഠിപ്പിക്കുമ്പം കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങൾക്കും ഞാൻ ഇപ്പൊ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഡിഫറൻസ് ഉണ്ട്. അവിടെ ചോദിക്കുന്നതും ഇത് ബൈ ഹാർട്ട് പഠിച്ചാൽ ഇതിന് ആൻസർ പറയാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾ ചോദിക്കുന്നത് നമ്മളൊക്കെ വളരെ ലേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു സ്കില്ലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഞാൻ വളരെ ഞെട്ടിപ്പോയിട്ടുണ്ട് ചില ചോദ്യങ്ങളൊക്കെ. നമ്മളൊക്കെ ആ രീതിയിൽ ചിന്തിക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. ദാറ്റ് വാസ് എ ഡിഫറൻസ്. ഇനി നമ്മളുടെ കേരളത്തിലുള്ള ഒരു സയൻസിനോടുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് ഇപ്പം പല്ലവി പറഞ്ഞ കാര്യം വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പം എന്ത് വ്യത്യാസമാണ് നമ്മളുടെ സയൻസിനോടുള്ള കാഴ്ചപ്പാട്ടിൽ ഇവിടെ വരേണ്ടത് എന്നാണ് പല്ലവിക്ക് തോന്നിയിട്ടുള്ളത്? വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. വീട്ടില്
തുടങ്ങുമ്പോൾ പറയുന്ന അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ വന്നിട്ട് ജോലി എടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള. ഐ നോ പൈസയ്ക്ക് ഹാപ്പിനെസ്സിൽ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, പക്ഷെ പൈസയല്ല എഡ്യൂക്കേഷൻ്റെ അറ്റ് ദി എൻഡ്, അല്ലെങ്കിൽ സാലറി വാങ്ങുക എന്നുള്ളതല്ല. അതിൽ എന്തൊക്കെ പഠിക്കുന്ന രീതിക്കും പഠിക്കുന്ന സാധനത്തിനുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് അൾട്ടിമേറ്റ്ലി എല്ലാം. സോ സയൻസ് എന്ന ആൾക്കാർ പഠിക്കുമ്പം, പണ്ട് പഠിക്കുമ്പോഴും കുട്ടികൾ മാത്സ് പഠിച്ചിട്ടില്ലെങ്കിൽ അപ്പം മാത്സ് ട്യൂഷന് ആൾക്കാരെ കൊണ്ടുവിടും. എന്നിട്ട് അവിടെ മാത്സ് ട്യൂഷന് പഠിക്കുന്നത് കുട്ടി പിന്നീട് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമേ നോക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യിപ്പിക്കുന്നത് മാത്സിൽ 1+1 2 ആണ്. അതെങ്ങനെയാണ് 1+1 2 ആയെന്നല്ല, 1+1 2 ആണെന്നുള്ള ബൈ ഹാർട്ട് സ്റ്റഡിയാണ് പഠിച്ചിട്ടുള്ളത്. സോ ആ കോൺസെപ്റ്റിന് ഒരു ചേഞ്ച് വന്നാൽ ഒന്ന് എനിക്ക് തോന്നുന്നു സയൻസിനോടുള്ള ഇൻട്രസ്റ്റ് കുറച്ചും കൂടെ ഉണ്ടാക്കുന്നത്. സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴായാലും എക്സാം ഓറിയന്റഡ് അല്ലാണ്ട് കോൺസെപ്റ്റിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് അതിനുള്ളൊരു സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സയൻസ് പ്രോജക്ട്സിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ എന്നിട്ട് പോലും അത് സക്സസ്ഫുൾ ആവുന്നില്ല. അതിന്റെ മിഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. അറ്റ് ദി എൻഡ് മെജോറിറ്റി ഓഫ് ആൾക്കാർ നോക്കുന്നത് എങ്ങനെയെങ്കിലും പഠിക്കുക, എങ്ങനെയെങ്കിലും ജോലി വാങ്ങുക, എങ്ങനെയെങ്കിലും സെറ്റിൽ ആവാന്നുള്ളത്. അതില് മുങ്ങിപ്പോകുന്നുണ്ട് സയൻസും സയൻസിനോടുള്ള പാഷനും. അതിൽ നമുക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റുന്ന സ്കിൽസ്. പിന്നെ ഈ ഒരു റിസർച്ച് ഫീൽഡിലേക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പല്ലവിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്? പാഷനറ്റ് ആണെങ്കിൽ ചുറ്റിലുള്ള ആരും പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാകും, എല്ലാ പോയിന്റിലും ഡൗട്ട് ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയ രീതി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും സക്സസ്ഫുൾ ആയില്ലെന്ന് വരും, പക്ഷെ അതിൽ പഠിക്കാൻ ഒരുപാടുണ്ട്. അതാവണം അറ്റ് ദി എൻഡ് നിങ്ങൾ കാണുന്ന സംഭവം. ഒരിക്കലും അയ്യോ ഞാൻ ഇത് ചെയ്ത് നോക്കി കേട്ടി അത് അവസാനം എൻഡ് ചെയ്തില്ല. ഇതൊക്കെ പറയുമ്പം ഞാൻ നല്ല സൂപ്പറായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ഉണ്ടായിട്ടുണ്ട്. 60 ദിവസത്തോളം നമ്മൾ അതിന്റെ മേലെ വർക്ക് ചെയ്യും. അറ്റ് ദി എൻഡ് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. പക്ഷെ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്ന അത്രയും സമയം ഞാൻ ഡെവലപ്പ് ചെയ്തൊരു സ്കില്ലുണ്ട്, അത് ഡെവലപ്പ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതെനിക്ക് രണ്ടാമത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. നമ്മൾ ത്രൂ ഔട്ട് ദ ടൈം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും. അതിലൊക്കെ എന്താ പറയുക, ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു നോട്ടോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം USA വന്ന ഒരു ബ്രേക്കിന് വന്നതാണ് പല്ലവി അല്ലേ? ആ ഒരു ബ്രേക്കിന്റെ സമയത്ത് നമ്മളുടെ ഓഫീസിലെത്തി ക്രിസ്പറിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. Thanks for joining us. Thank you for having me, and I wish all the best for CRISPR learning. Thank you.